ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ച് വെച്ചിട്ടുള്ളത് ഇവർക്ക് സുഖ സൗകര്യങ്ങളെല്ലാം അനുഭവിച്ച് ജീവിക്കാനും ഇവരുടെ സെക്ഷൽ നീഡ്സ് മീറ്റ് ചെയ്ത് അതിലൂടെ അടുത്ത തലമുറ ഉണ്ടാക്കാനും വേണ്ടി മാത്രമുള്ള മാംസപിണ്ഡങ്ങളായിട്ടാണ് പെണ്ണുങ്ങളെ കാണുന്നത്. അല്ലെങ്കിൽ ഇവരുടെ പെങ്ങന്മാരെ കെട്ടിക്കാനോ അല്ല നിങ്ങളുടെ വാപ്പമാർ നിങ്ങൾക്ക് കഷ്ടപ്പെട്ട് തരുന്നത്. അങ്ങനെ പോലും ഒരു പെണ്ണിന് അംഗീകാരം കിട്ടരുത് എന്ന് ആഗ്രഹിക്കുന്നവർ ആ അംഗീകാരം പോലും ബാക്കിയുള്ളവരുടെ തലയിൽ അങ്ങോട്ട് വെച്ചു കൊടുക്കുക. എന്താ പൂതി? ഭർത്താവ് എന്തിനാണ് ഭാര്യയുടെ സ്വർണം കണ്ടിട്ട് വിഷമിക്കുന്നത്? അതിൻ്റെ ആവശ്യം എന്താ? അവർക്ക് കൈയും കാലും കൊടുത്തിട്ടില്ല പഠിച്ചോന്. അപ്പോൾ മൊത്തത്തിൽ എൻ്റെ ഇപ്പോൾ ഉള്ള കോൾഡ് ഈ കാണുന്ന മക്കളുടെ ഫീസും സ്കൂളും ഇതൊന്നും നിങ്ങളറിയാതെ നിങ്ങളുടെ ഭർത്താക്കന്മാർ ചെയ്യണോണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ കമൻ്റ് ഇടാൻ തോന്നുന്നത്. പക്ഷെ ഇതൊക്കെ ഒരു പെണ്ണിൻ്റെ തലയിലേക്ക് വരുമ്പോൾ അവൾ അതൊക്കെ ഒരു ആണിൻ്റെയും പെണ്ണിൻ്റെയും റോൾ ഒരേപോലെ ഏറ്റെടുത്ത് നടത്തുമ്പോഴുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ. അങ്ങനെയൊക്കെ ഒരു സംഭവങ്ങൾ ഈ ഭൂമിയിൽ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാതെ ഈ അടുക്കളേൻ്റെ ഉള്ളിൽ മാത്രം തളച്ചിട്ടിട്ട് വളർത്തുക ഈ പെണ്ണുങ്ങളെ അടിമകളാക്കി. എന്തിന്? പ്രസവിക്കാൻ വേണ്ടി മാത്രം. ഒരുത്തം വന്നിട്ട് ഞാൻ ഒരു പ്രയാസത്തിലാണ് നിൽക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ഗോൾഡൊക്കെ വിൽക്കേണ്ടി വരുന്നു. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാനിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകാൻ പോവാണ്. നിങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഒക്കെ ഒന്ന് കാണിച്ചു തരാനും വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ പോയിട്ട് വരാം. നിങ്ങളെയും കൂടെ കൂട്ടിയിട്ട് പോകണമെന്നുണ്ട്, പക്ഷെ ഓട്ടോയിലാണ് പോണത്. ഇതും പിടിച്ച് ഷൂട്ട് ചെയ്ത് കാണിക്കാനൊക്കെ കഷ്ടമാണ്. അപ്പോൾ അതിനേക്കാളും നല്ല നിങ്ങളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കും. ഞാൻ പോയിട്ട് ഓടി വരാം. ഒരു സാധനം ഏൽപ്പിച്ച് കുറച്ച് സാധനങ്ങൾ എന്താണെന്നുള്ളതൊക്കെ വന്നിട്ട് വരാം. തിരിച്ച് വന്നു ഗൈസ്. ഇപ്പോൾ വന്നിട്ട് കാണിച്ചു തരാം. മുമ്പ് ഓട്ടോയ്ക്ക് ചില്ലറില്ലായിരുന്നു, അപ്പോൾ അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട് പുറത്ത്. പൈസ കൊടുത്തിട്ടെ 30 40 കൊടുക്കാം. വേഗം പോയി പൈസ കൊടുത്തിട്ട് വരാം കേട്ടോ. നാളെ എക്സാമാണ്. മാനേജ്മെൻറ്റ് പേപ്പർ, ബിസിനസ് എത്തിക്സ്. ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഈ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തതിന് ശേഷം പഠിക്കാനിരിക്കുന്നൊക്കെ വിചാരിക്കുന്നുണ്ട്, പക്ഷെ ഇരിക്കൂല. എന്നിട്ട് നാളെ വരെ വെയിറ്റ് ചെയ്യും. നാളെ 5 മണിക്ക് എണിച്ചിട്ട് ഷടപടയെന്ന് വല്ലതൊക്കെ വായിച്ചിട്ട് പോകും. അതപ്പോൾ ഇപ്പോഴത്തെ സ്ഥിരം പരിപാടി. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ഞാനിപ്പോൾ എവിടേക്കാണ് പോയത്, എന്തിനാണ് പോയത്, കാര്യങ്ങളൊക്കെ പറയാം. ലാസ്റ്റ് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ പലതരത്തിലുള്ള ഒരുപാട് പേര് പ്രയാസപ്പെടുന്ന രീതിയിലുള്ള കമൻസ് ഒന്നുമില്ലാതെ പെരുവഴിയിൽ നിൽക്കുകയാണ്. സിലു ഇതുപോലെ മുമ്പേ ആരെങ്കിലും പറഞ്ഞു തന്നിരുന്നെങ്കിൽ എന്നൊക്കെ പറയുന്ന ആൾക്കാരെ കമൻസ് കണ്ടു. പിന്നെ ചിലർ ഞാൻ കുടുംബത്തിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഡിവോഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉപദേശം കൊടുക്കണമെന്ന് പറയുന്ന കുറച്ച് പേരെങ്കിലും കണ്ടു. ഞാൻ ജീവിതത്തിൽ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പൈസയിൽ നല്ല സുഖിച്ച് ജീവിച്ചു പോകുന്ന അവരുടെ കാര്യങ്ങളേ അല്ല ഞാൻ പറഞ്ഞത്. എല്ലാം നഷ്ടപ്പെട്ട് പെരുവഴിയിൽ നിൽക്കുന്ന ചിലപ്പോൾ ഈ പറയുന്ന ആൾക്കാരൊന്നും നമ്മുടെ ലൈഫിൽ ലൈഫ് ലോങ് നമ്മൾ മരിക്കുന്നവർ ഇവർ നമ്മളെ സംരക്ഷിക്കും, അല്ലെങ്കിൽ അവർ സംരക്ഷിക്കാനുണ്ടാവും എന്നൊന്നും ഉറപ്പില്ല. മരണം എന്നുള്ളത് ആർക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ സംഭവിക്കാം. അപ്പോഴും ഈ സ്ത്രീകൾ ഈ മക്കളെയും വെച്ചിട്ട് ജീവിക്കണ്ടേ? ജീവിക്കാൻ ഈ ഭൂമിയിൽ പൈസ വേണ്ടേ? പൈസ വേണം. എന്താ പൈസ ഉണ്ടാക്കലെന്ന് പറഞ്ഞാൽ അത്ര മോശമായിട്ട് നിങ്ങൾ വിചാരിക്കുന്നത്? ആ പൈസ കൊണ്ട് എത്ര ജീവിതങ്ങളാണ് ചിരിപ്പിച്ച് ഞാൻ കണ്ടിട്ടുള്ളത് എന്നറിയോ? പൈസ ഇല്ലാതെ വെറുതെ പോയിട്ട് അവരെ ഒന്ന് ഹഗ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ചിരി വരുമോ? വിശപ്പൊന്നും മാറൂല. ഒരാളെ പിടിച്ചിട്ട് നമ്മൾ ഹഗ് ചെയ്ത് കഴിഞ്ഞാൽ ഹഗ് ചെയ്യുന്നതിനോടൊപ്പം അവരുടെ വിശപ്പ് മാറാനുള്ള ഭക്ഷണം നമ്മൾ കൊടുക്കണം, അല്ലെങ്കിൽ അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം. ബേസിക് നീഡ്സ് ഒരാളുടെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാലേ ബാക്കിയുള്ള സന്തോഷം സമാധാനം വരുള്ളൂ. അപ്പോൾ ഉമ്മാതിരി ഒരു ഊള ഡയലോഗ് അടിച്ചിട്ട് എൻ്റെ മുന്നിലേക്ക് വരരുത് കേട്ടോ. നിങ്ങൾ സാധാരണ മറ്റു ലേഡീസിൻ്റെ ഡയലോഗ് അടിക്കുന്ന പോലെ ആയിരിക്കില്ല എൻ്റെ ഡയലോഗ് അടിക്കുന്നത്. കാരണം ജീവിതത്തിന് അങ്ങേയറ്റത്തെ പ്രയാസങ്ങൾ ഞാൻ അനുഭവിച്ചുകൊണ്ട് വന്നിരുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് ഇനി ആരും ഇതുപോലെ ബുദ്ധിമുട്ടാതിരിക്കാനും, അല്ലെങ്കിൽ ബുദ്ധിമുട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും എങ്ങനെ തരണം ചെയ്ത് വരണം എന്നുള്ള മോട്ടിവേഷൻ, ലൈഫ് മോട്ടിവേഷനാണ് ഞാൻ കൊടുക്കുന്നത്. അല്ലാതെ എവിടെയെങ്കിലും ബുക്കിലോ എന്തെങ്കിലും വായിച്ചിട്ട് വന്ന് പറയുന്നതൊന്നുമല്ല. ഓക്കെ, ഇതിൽ എനിക്ക് വലിയ ഗെയിനൊന്നുമില്ല. പറ്റുവാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോകളൊന്ന് ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ളവർ മാത്രം. എന്താണെന്ന് വെച്ചാൽ ഇത് ചിലപ്പോൾ ആരെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ചിലപ്പോൾ കൊണ്ടുവരാനൊരു കാരണമായേക്കാം. അതേപോലെ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇനി പെൺകുട്ടികൾ ബോൾഡായിട്ട് മുന്നോട്ട് പോകണം ഭാവിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ. അപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സിലുവിന് കല്യാണം കഴിയുന്ന സമയത്ത് എത്ര സ്വർണം തന്നിട്ടുണ്ടായിരുന്നു, അതിൽ എന്തൊക്കെ ബാലൻസ് ഉണ്ട്, എന്തൊക്കെ ബാക്കിയുണ്ട്, അങ്ങനെയുള്ള കാര്യം. എൻ്റെ കല്യാണം എന്ന് പറയുമ്പോൾ എൻ്റെ 17 വയസ്സും 3 മാസമുള്ളൊരു സമയത്തായിരുന്നു. പക്വത എന്ന് പറയുന്ന സംഭവം നമുക്ക് തീരെ ഉണ്ടാവാത്തൊരു സമയമായിരുന്നു. പെട്ടെന്ന് ഡിസൈഡ് ചെയ്തൊരു കല്യാണമായിരുന്നു. അപ്പോൾ എൻഗേജ്മെൻറ്റിന് എനിക്ക്
ഗോൾഡൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് നമ്മൾ കോളേജിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ കഴുത്തിൽ കുഞ്ഞു മാല ഉണ്ടാവും, പാസരം, പിന്നെ ബ്രേസ്ലെറ്റ്, വള, ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ, കമ്മലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എൻഗേജ്മെൻറ്റിന് എന്തെങ്കിലുമൊക്കെ ഇട്ട് നിൽക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ചാച്ച എനിക്ക് ഗിഫ്റ്റ് തരാനുള്ളത് അപ്പം തന്നെ വാങ്ങിത്തന്നു. കല്യാണത്തിന് ഗിഫ്റ്റ് തരാനുള്ളത് ഒരു 10 പവനോളം വരുന്നത്. അതായത് ഒരു ചോക്കർ ടൈപ്പ് നെക്ലസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നെക്ലസ് ആയിരുന്നു. പിന്നെ അതിന് മാച്ചായിട്ട് കമ്മലുമാണ് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ കല്യാണത്തിന് മൊത്തത്തിൽ ഗോൾഡ് എടുക്കുമ്പോൾ ഒരു 40 പവനോളമാണ് ഗോൾഡ് മൊത്തത്തിലെടുത്തത്. വള, ഒരു മാലകൾ, പിന്നെ അതിന് പുറമെ എനിക്ക് എൻ്റെ അമ്മായിൻ്റെ മക്കൾ കുറേ ഗിഫ്റ്റ് തന്നു, ദാദിമ്മ വള തന്നു, അങ്ങനെ കുറേ ഗോൾഡ് അത് കൂടാത്തത്. ഇങ്ങനെ മൊത്തത്തിൽ പിന്നെ അത് പോരാതെ ഈ പറഞ്ഞ പോലെയുള്ള കാലിലുള്ള പാസരം, ബ്രേസ്ലെറ്റ്, വള, മാല, അങ്ങനെ എല്ലാം കൂടെ മൊത്തത്തിൽ നോക്കുമ്പോൾ 65 പവനോളമാണ് എനിക്ക് ഉണ്ടായിരുന്നത്. ആ സമയത്തിന് ഗോൾഡിന് റേറ്റ്, അപ്പോഴത്തെ ടോപ്പ് റേറ്റ് 8500 അങ്ങനെ എന്തായിരുന്നു, 2006 കേട്ടോ ഈ ഒരു സംഭവം. അപ്പോൾ ഇപ്പോൾ എന്തൊക്കെയാണ് എൻ്റെ കയ്യിൽ ബാലൻസ് ഉള്ളത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, കാണിച്ചു തരാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഓക്കെ, ഒരു കമ്മൽ പോലും എൻ്റെ കയ്യിലില്ല. എനിക്കങ്ങനെ ഗോൾഡ് ഇട്ട് നടക്കാൻ ഒരുപാട് താല്പര്യമുള്ള ഒരാളൊന്നും ആയിരുന്നില്ല. എല്ലാ ഗോൾഡും 2 മാസം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. 2 മാസത്തിന് ശേഷം ഒരു 9 മാസത്തോളം അത് ബാങ്കിലായിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മുടെ ആവശ്യത്തിനും വേണ്ടിയിട്ട്, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും വേണ്ടിയിട്ട്, അതായത് ഷോപ്പ് എടുക്കാനും വേണ്ടിയിട്ട് അതിൽ ഒരു 40 പവൻ അങ്ങനെ എന്തോ ഒന്നിച്ച് കൊണ്ടുപോയിട്ട് വിറ്റിട്ടുണ്ടായിരുന്നു. ബാക്കി കുറച്ചൊക്കെ ബാങ്കിൽ തന്നെയായിരുന്നു. പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ, കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ മഹർ ചെയ്യുന്നുണ്ടായിരുന്നു, അതും വിറ്റു. പിന്നെ കമ്മൽ, ഏറ്റവും അവസാനം കമ്മലുണ്ടായിരുന്നു, അതും വിറ്റു. ഇതൊക്കെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ വിറ്റ് 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 പിന്നെ ഇതിൻ്റെ ഇടയിൽ റനക്കുട്ടി ഉണ്ടാവുന്നുണ്ട്. ആ റനക്കുട്ടി ഉണ്ടായപ്പോൾ റനക്കുട്ടിയുടെ കൈ നിറച്ച് സ്വർണ്ണ പോലെ ഉണ്ടായിരുന്നു. എൻ്റെ ഫാമിലിയിലുള്ളവരൊക്കെ ഗോൾഡ് ഗിഫ്റ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഓരോ ആവശ്യങ്ങൾ വരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ റനക്കുട്ടീൻ്റെ ഗോൾഡും എല്ലാം വിറ്റ് 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 ഇങ്ങനെ വിറ്റ്. പക്ഷേ ഇതിലൊരു കാര്യം ഞാൻ പറയാം, എന്താണെന്ന് വെച്ചാൽ എനിക്ക് നന്നായിട്ടൊരു വിഷനും മിഷനും ഉള്ള ഒരാളായിരുന്നു ഞാൻ. എനിക്ക് ചില സമയം തോന്നുമ്പോൾ എനിക്ക് ഒട്ടും പക്വത ഉണ്ടായിരുന്നില്ല, എന്നൊക്കെ തല്ലിക്കൊല്ലണം എന്നൊക്കെ തോന്നിയ സമയങ്ങളുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ ചിന്തിക്കുമ്പോൾ ആ വയസ്സിലാണെങ്കിലും നല്ലോണം ഒരു ബോധത്തോടെ തന്നെ ഞാൻ ജീവിച്ചത്. കാരണം ഒന്നുമില്ലാത്തടത്തു നിന്നും എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഗോൾഡൊക്കെ വെറുതെ അങ്ങോട്ട് എടുത്ത് വിൽക്കുക കൊടുക്കുക ഒന്നല്ല ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു, ഇത്ര വർഷങ്ങളാകുമ്പോഴേക്കും നമ്മൾ നമ്മുടെ ലൈഫ് സെറ്റിലാക്കണം, സ്വന്തമായിട്ടൊരു വീടാക്കണം, നല്ല വരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പല ലേഡീസും ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് സംഭവങ്ങൾ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒന്നുമില്ല എന്ന് പറഞ്ഞത് എൻ്റെ കല്യാണത്തിന് എനിക്ക് തന്ന ഒരു മോതിരം പോലും എൻ്റെ കയ്യിൽ ഇല്ല എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. ഈ പറഞ്ഞ പോലെ ഈ ഗോൾഡ് നമ്മൾ വെച്ചുകൊണ്ട് നടക്കാനും പാടില്ല, നമുക്കത് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്യുകയും വേണം. ഓക്കെ, ഇപ്പം എൻ്റെ കയ്യിലുള്ള ഗോൾഡ് ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനൊരു മാലയുണ്ട്. ഇതൊന്നും എൻ്റെ വീട്ടിലല്ല, ഇനി കള്ളന്മാർ അതും പ്രതീക്ഷിച്ച് നിങ്ങൾ വരണ്ട. അത് കുറേ പേര് കമൻറ്റ് ചെയ്യും, സിലു സൂക്ഷിക്കണം കേട്ടോ എന്നിട്ട് അതുകൊണ്ടാണ് പറയണത്. പിന്നെ ഇതുപോലൊരു മാല, ഇത് വന്നിട്ട് റനക്കുട്ടിക്ക് ഫസ്റ്റ് പീരിയഡ്സ് ആകുമ്പോൾ ഇവിടെയൊക്കെ അങ്ങനെയാണ്, ഗിഫ്റ്റ് കൊടുക്കുമല്ലോ, അങ്ങനെ അമ്മ തന്ന ഗിഫ്റ്റാണ്. ഇതൊരു മാല, പിന്നെ വള. ഇതൊക്കെ ഞാൻ എങ്ങനെയാണ് വാങ്ങിച്ചത്, എന്ത് ചെയ്തെന്നുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ വരാം കേട്ടോ. പിന്നെ ഇതേ ഒരു വള, ഇതൊന്നും ഞാൻ ഇട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, കാരണം ബാങ്കിൽ തന്നെയാണ്. ഇതൊരു കമ്മൽ, ഈ കമ്മൽ കല്യാണത്തിന് തന്നൊന്നല്ല കേട്ടോ, അതൊക്കെ എപ്പോഴോ വിറ്റ് പോയിക്കണു. പിന്നെ ഒരു 2 വള, പിന്നെ കയ്യിലിങ്ങനെ ഇടൂലേ ഈ സാധനം. ഇപ്പം എനിക്ക് ഞാൻ ഒരു പ്രയാസത്തിലാണ് നിൽക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ഗോൾഡൊക്കെ വിൽക്കേണ്ട വരുന്ന ഒരു സിറ്റുവേഷനും കൂടി ഉണ്ട്. അയ്യോ അതൊക്കെ പോണു ഗൈസ്. ഇതിൽ ഇത്രയും ഗോൾഡ്. പിന്നെ അടുത്തത് ഞാൻ നിങ്ങളുടെ കയ്യിൽ ഇതുവരെ കാണിക്കാത്തൊരു സാധനം ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനൊരു വളയുണ്ട്. എനിക്ക് ഇങ്ങനത്തെ വളകൾ ഭയങ്കര ഇഷ്ടമാണ്, ആദ്യമായിട്ടായിരിക്കില്ലേ കാണുന്നത്. പിന്നെ ഈ നെക്ലസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇടയ്ക്ക് ബാങ്കിൽ നിന്ന് എടുത്ത് എനിക്ക് ഞാൻ തന്നെ സർപ്രൈസ് കൊടുക്കുന്ന സാധനമാണ്.
എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നെക്ലസ്സാണ്. എൻ്റെ നിശ്ചയത്തിന് എൻഗേജ്മെൻറ്റ് തന്ന ആ ഒരു ഇതിന് ശേഷം എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ കഴുത്തിൽ എങ്ങനെ ഇടാൻ വാങ്ങിയ ഒരു ഇതാണ്. പിന്നെ അടുത്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ഞാൻ കാണിച്ചിട്ടില്ല. ഞാൻ കുറേ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല ഇപ്പോൾ. ഒക്കെ കണ്ടൻറ് ആക്കാൻ നിന്ന് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കണ്ടൻറ് ഉണ്ട്. ഡയമണ്ടാണ് ഈ ഒരു മാല. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന നിലക്കാണ് ഈ ഗോൾഡ് വാങ്ങിയിട്ടുള്ളത്. നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടം വന്നു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ മറ്റുള്ളവരോട് പോയി ചോദിക്കുന്നൊരു സ്വഭാവം ഉള്ള ഒരാളല്ല കേട്ടോ ഞാൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പൈസൻ്റെ അത്യാവശ്യം വരുമ്പോൾ ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങുന്നതും. പിന്നെ പെൺകുട്ടികളാണ്, ഈ പറഞ്ഞ പോലെ 3 പെൺകുട്ടികൾ. സത്യം പറഞ്ഞാൽ അങ്ങനെ അവർക്ക് വേണ്ടി ഗോൾഡ് ചേർത്ത് വയ്ക്കുക അങ്ങനെ ഒരു ഇതൊന്നും ഇല്ല. പക്ഷേ എങ്കിലും എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കണമല്ലോ എന്നുള്ള ഒരു സംഭവം കൂടി ഉണ്ട്. അപ്പം അങ്ങനെ കുറച്ച് ഗോൾഡ് ഒരു സേഫ്റ്റിക്ക് ഇരിക്കട്ടെ അല്ലേ. അവർക്ക് നല്ല എഡ്യൂക്കേഷൻ, നല്ലൊരു വീടൊക്കെ ആക്കി കൊടുക്കണം എന്നാണ് ആഗ്രഹം. പക്ഷെ വീട് ഞാൻ ആക്കി കൊടുക്കാൻ പാടില്ല, അവരുണ്ടാക്കണം. എന്തിനാണ് ഞാൻ അത്ര കഷ്ടപ്പെടുന്നത്. പിന്നെ ഇതെൻ്റെ പാസറാണ്, പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതങ്ങനെ വെച്ചു. എനിക്ക് കല്യാണത്തിന് തന്ന പാസരം ഒരു 4 പവൻ്റെ പാസരമായിരുന്നു. അത് കുറേ കാലം കഴിയുമ്പോൾ ഒരെണ്ണം ആങ്ങളയ്ക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കൊടുത്തു, ഒരെണ്ണം ഈ പറഞ്ഞ പോലെ വേറൊരു ആൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. അതൊക്കെ അങ്ങനെ പോയി. ആങ്ങളെ വാങ്ങിത്തരും കേട്ടോ. പിന്നെ ആകെ ബാക്കി ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഇത് എൻ്റെ ഗോൾഡായിട്ട് കണക്കാക്കുന്നില്ല, അതുകൊണ്ടാണ് ഇത് ബാലൻസ് വന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരിക്കലും വിൽക്കാൻ പാടില്ലാത്തൊരു പൊക്കിഷം എന്നൊക്കെ പറയില്ലേ, വേണമെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ നമുക്കിതിനെ പെടുത്താം. കാരണം ഞാൻ കാണാത്ത ഒരു മനുഷ്യൻ എനിക്ക് വേണ്ടി കരുതി വെച്ച ഒരു ഗിഫ്റ്റായിട്ട് ഞാൻ കരുതാണ് ഈ ഒരു സാധനത്തിന്. ഇത് എൻ്റെ അമ്മാൻ്റെ ആണ്, എൻ്റെ അല്ല. എൻ്റെ അമ്മാൻ്റെ വാപ്പ എൻ്റെ അമ്മാൻ്റെ കല്യാണത്തിന് മുമ്പേ മരിച്ചിരിക്കണു. അപ്പോൾ അമ്മ പ്രായപൂർത്തിയായ സമയത്ത് അമ്മക്ക് അവരുണ്ടാക്കി കൊടുത്തൊരു സാധനമാണ്. എൻ്റെ അമ്മാൻ്റെ കയ്യിലും ബാലൻസ് ഉള്ള ആകെ ഒരേ ഒരു സാധനം ഈ ഒരു സാധനം മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കല്യാണത്തിന് ഞാൻ ഇട്ടിട്ടുള്ള ഗോൾഡിൽ ബാലൻസ് ഉള്ള ഒരേ ഒരു സാധനം എന്ന് പറയുന്നത് ഈ ഒരു സാധനമാണ്. ബാക്കിയെല്ലാം തന്നെ നമ്മൾ പിന്നീടുള്ള ആ ഒരു എൻ്റെ ലൈഫ് ജേണിയിൽ ഞാൻ ഒരുപാട് പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് വാങ്ങിക്കൂട്ടിയ സാധനങ്ങളാണ്. അങ്ങനെ വാങ്ങിക്കൂട്ടാൻ എങ്ങനെ സാധിച്ചു എന്നുള്ള കാര്യവും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കല്യാണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഗോൾഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഗോൾഡ് എന്ത് ചെയ്യണം? ചിലർ പറയുന്നു ഭർത്താവ് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഭർത്താവിന് സഹായിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളത്. അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ്. സഹായിക്കാം. ഞാനും ഈ പറഞ്ഞ പോലെ അതിൻ്റെ എക്സ്ട്രീം ലെവൽ സഹായിച്ച ഒരാളാണ് ഞാൻ. ഓക്കെ, അതുകൊണ്ട് ഞാൻ തടസ്സം പറയാനുള്ള സപ്പോർട്ട് ഞാൻ ചെയ്യൂല. പക്ഷെ ഇതിലൊക്കെ ബുദ്ധിപൂർവമായിട്ട് ചിന്തിക്കേണ്ട കുറേ കാര്യങ്ങളും കൂടി ഉണ്ട്. ഞാനൊക്കെ സഹായിച്ച അത്രയും ചിലർ ഞാൻ ആ ഒരു വാക്ക് കുറ്റമായിട്ട് ആ ഒരു വേർഡ് പോലും പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോഴും വന്ന് പറയും അവരെ കുറ്റം പറയുന്നു, ഇവരെ കുറ്റം പറയുന്നു എന്നുകൊണ്ട്. അല്ല, ഞാൻ അറിയാണ്ട ഞാൻ ചോദിക്കുന്നത്, ഞാൻ ചെയ്ത കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്, ഇങ്ങനെ ഒരു ഏണിങ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ കടം വീട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് അതിൽ ഞാൻ പറയാത്തൊരു കാര്യം കണ്ട് ബാക്കിയുള്ളവരെ കുറ്റപ്പെടുത്തുന്നു എന്ന് കണക്കാക്കുന്നത്? എൻ്റെ അടിമത്തോ? എൻ്റെ അധ്വാനത്തിന് എന്താ വിലയില്ലേ? അതും പറഞ്ഞുകൊണ്ട് എൻ്റെ മുന്നിലേക്ക് വരരുത്. എൻ്റെ അധ്വാനത്തിന് ഞാൻ വില കൽപ്പിക്കണമെങ്കിൽ ബാക്കിയുള്ളവർ വില കൽപ്പിക്കുള്ളൂ. അപ്പോഴേക്കും ഇവർ കാണാപ്പുറം കണ്ടിട്ട് അയ്യോ കുറ്റം പറഞ്ഞു. അതായത് അങ്ങനെ പോലും ഒരു പെണ്ണിന് അംഗീകാരം കിട്ടരുത് എന്ന് ആഗ്രഹിക്കുന്നവർ ആ അംഗീകാരം പോലും ബാക്കിയുള്ളവരുടെ തലയിൽ അങ്ങോട്ട് വെച്ചു കൊടുക്കുക. എന്താ പൂതി? എന്നിട്ട് ഭയങ്കര ഈ പണ്ട് കാലത്തൊരു ചൊല്ലുണ്ടല്ലോ, തമിഴിൽ ചൊല്ലാണ്, കല്ലാനാലും പുരുഷൻ എന്താനാലും പുരുഷൻ എന്ന് പറഞ്ഞിട്ട്. ആ ഒരു ബേസ് വെച്ചിട്ടാണോ നിങ്ങൾ ഈ സംസാരിക്കുന്നത്? പുരുഷനായതുകൊണ്ടായിരിക്കും നിങ്ങളിങ്ങനെ സംസാരിക്കുക. പുരുഷൻ മീൻസ് ഭർത്താവ് എന്നാണ്. നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും പെൺകുട്ടികളിനെ വെൽത്ത് നോക്കാതെ നിങ്ങൾ കല്യാണം കഴിച്ച് കൊടുക്കോ? വെൽത്ത് നോക്കണം. എന്തിനാണ്? ഭാവിയിൽ അവരുടെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് വെൽത്ത് നോക്കിയിട്ട് തന്നെയാണ് കല്യാണം കഴിച്ച് കൊടുക്കേണ്ടത്. വെൻ ഐ വാസ് മൈ 17 ആണ് എൻ്റെ കല്യാണം കഴിഞ്ഞത്. ആ സമയത്തും എനിക്ക് പക്വത ഉള്ളത് കൊണ്ടായിരിക്കാം, എനിക്കൊന്നും അറിയില്ല. ഏതായാലും ഇനി ഞാൻ പറയാം, നിങ്ങൾക്ക് കിട്ടിയ സ്വർണം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? കുറച്ച് ബുദ്ധിപരമായിട്ട് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വീടെടുക്കാനോ അല്ല മറ്റേനോ മറിച്ചിനോ ഒന്നും കൊടുക്കാതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വരുമാനം വരുന്ന രീതിയിലേക്ക് ആ ഒരു സ്വർണത്തിനെ മാറ്റുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും നല്ലൊരു അഭിപ്രായം.
കാരണം ഇരിക്കാനുള്ള വീടാക്കുക അല്ലെങ്കിൽ സ്ഥലം വാങ്ങുക എന്നുള്ള ആ ഒരു കടമ ഒരിക്കലും ഒരു പെണ്ണിൻ്റെ ബാധ്യത അല്ല. അണ്ടർലൈൻ ചെയ്ത് വെച്ചോ, വേണമെങ്കിൽ എഴുതി വെച്ചോ എവിടെയെങ്കിലും. എന്നിട്ട് ഏത് ഉസ്താദന്മാരാണെങ്കിലും ഏത് വലിയ മഹാന്മാരോടാണെങ്കിലും പോയി ചോദിക്ക്, ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് കൊണ്ടുപോകുമ്പോൾ അവൾക്ക് ഇരിക്കാനുള്ള വീടാക്കി കൊടുക്കേണ്ടത് ഭാര്യയുടെ സ്വർണം കണ്ടോണ്ടോ എന്നുള്ളത്. ഭർത്താവിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭർത്താവ് വിഷമിക്കുമ്പോൾ നമ്മൾ സഹായിക്കണം, എല്ലാം ശരി തന്നെയാണ്. ഭർത്താവ് എന്തിനാണ് ഭാര്യയുടെ സ്വർണം കണ്ടിട്ട് വിഷമിക്കുന്നത്? അതിൻ്റെ ആവശ്യം എന്താ? അവർക്ക് കൈയും കാലും കൊടുത്തിട്ടില്ല പഠിച്ചോന്? ഉള്ള ജോലി ചെയ്ത് ജീവിക്കണം. ഭാര്യ എന്താ ചെയ്യേണ്ടത്? ആ സ്വർണം കെട്ടിപ്പിടിച്ചിരിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതിനെ നിങ്ങൾക്ക് എങ്ങനെ ഒരു വരുമാന മാർഗമാക്കി മാറ്റാം. കയ്യിലിരുന്ന് കഴിഞ്ഞാൽ മൂല്യം കുറേശ്ശെയായിട്ട് കൂടുമായിരിക്കും, പക്ഷേ ഡെയിലി നിങ്ങൾക്ക് ചിലവിനൊന്നും ആ ഗോൾഡിൽ നിന്നൊന്നും കിട്ടൂല. പക്ഷേ നിങ്ങളുടെ കഴിവനുസരിച്ച് നിങ്ങൾക്കൊരു ബിസിനസ് ആക്കുക, അല്ലെങ്കിൽ അത് വിറ്റിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാൻ പറ്റുകയാണെങ്കിൽ പഠിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഭാവിയിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, വരുമാന മാർഗം ഉണ്ടാക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ വലിയ സ്നേഹവും കൊഞ്ചലും പിടിക്കലും ആ സമയത്തുള്ളതൊക്കെ കണ്ടിട്ട് നിങ്ങൾ ആ വീഡിയോൻ്റെ കമൻറ്റ് പോയി നോക്ക്. എന്നിട്ട് ബാക്കിയുള്ളവർ വന്ന് എന്നെ കുറ്റം പറയാൻ നിൽക്ക്, ഞാൻ ഡിവോഴ്സ് ചെയ്യിപ്പിക്കാൻ നിൽക്കുകയാണോ അല്ലെങ്കിൽ കുടുംബകലഹം ഉണ്ടാക്കിപ്പിക്കാൻ നിൽക്കുകയാണോ എന്നുള്ളത് ആ വീഡിയോയിൽ കരയുന്ന പെണ്ണുങ്ങളുടെ കമൻറ്റ് കണ്ടിട്ട് നോക്ക്. എന്നിട്ട് പറ, എന്നിട്ട് എന്നെ ഉപദേശിക്കാൻ വാ. പൈസ ഇല്ലെങ്കിൽ ഞാൻ പൈസനെ വലുതാക്കി കണ്ട് ബാക്കിയുള്ളതിനൊക്കെ കുറവാക്കുന്നു എന്നുള്ള പോലെ പറയുന്നു. ഇവർ ഈ കമൻറ്റ് ഇടാൻ പോലും ഇവർക്ക് പൈസ വേണം. ഇൻ്റർനെറ്റ് റീചാർജ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഏത് വാപ്പയാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇൻ്റർനെറ്റ് റീചാർജ് ചെയ്ത് തരാം? ജിയോ മുതലാളി വാപ്പ ഒന്ന് ചെയ്തു തരുമോ? ഇല്ല, അതിനും പൈസ ഉണ്ടാക്കണം. ഓക്കെ, നല്ല സുഖ സൗകര്യത്തോടെ ജീവിക്കുന്ന പെണ്ണുങ്ങൾക്ക് എങ്ങനെയും എന്തും ആരെക്കുറിച്ചും പറയാം. പക്ഷെ അവരുടെ ജീവിതം എങ്ങനെയൊക്കെ എന്നുള്ളത് അവനവന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഒരു അഭിപ്രായം പറയുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കണം. നമുക്ക് സുഖ സൗകര്യമുള്ള ഒരു ജീവിതം കിട്ടിയെന്ന് വിചാരിച്ചിട്ട് അവർക്ക് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല. അവർ അതിൻ്റെ അപ്പുറം സ്ട്രഗിളുകൾ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ അനുഭവത്തിൻ്റെ പുറത്തായിരിക്കാം ഈ പറയണതെന്നൊക്കെയുള്ള ബോധം ബുദ്ധിയും വെച്ചിട്ട് വേണം ബാക്കിയുള്ളവരെ എന്തെങ്കിലുമൊക്കെ പറയാനും വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഗോൾഡ് ഈ പറയണ പോലെ ഇവർക്ക് ബിസിനസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇവർക്ക് വീടുണ്ടാക്കി കൊടുക്കാനോ അല്ലെങ്കിൽ ഇവരുടെ പെങ്ങന്മാരെ കെട്ടിക്കാനോ അല്ല നിങ്ങളുടെ വാപ്പമാർ നിങ്ങൾക്ക് കഷ്ടപ്പെട്ട് ഈ തരുന്നത്. അവരുടെ വീട്ടിലുള്ള പെണ്ണുങ്ങളെ കെട്ടിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല, അത് അവരുടെ കടമയാണ്. ഇതൊക്കെ ചെയ്തിട്ട് തിരിച്ചു കൊടുക്കുന്ന ഭർത്താക്കന്മാരുണ്ട്, ഇല്ല എന്ന് പറയണില്ല. നല്ല നല്ല വീട്ടുകാരുണ്ട്, ഇല്ല എന്ന് പറയണില്ല. അതൊക്കെ മാന്യതയുള്ളവർ ചെയ്യും. അല്ലാത്തവരെന്ത് ചെയ്യും? ചിലർ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കുന്നവരുണ്ട്. തിന്നാൻ കൊടുത്തിട്ട് അതിൻ്റെ കണക്ക് ചോദിച്ചവരുണ്ട്. കമൻറ്റ് പോയി നോക്ക്. ആദ്യം ഞാൻ തിന്നാൻ തന്നതിൻ്റെ ഒക്കെ നീ തിരിച്ചു താന്ന് ചോദിക്കുന്നത്ര പെണ്ണുങ്ങളോട്. കെട്ടണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്നും പെണ്ണ് കെട്ടണ്ട. എന്തിനാ നിങ്ങളൊക്കെ പെണ്ണ് കെട്ടണത്? വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ലേ? പെണ്ണിന് വസ്ത്രം, ഭക്ഷണം, പാർപ്പിടം ഇതെല്ലാം കൊടുക്കാൻ കഴിവുള്ളവർ, സംരക്ഷിക്കാൻ കഴിവുള്ളവർ പെണ്ണ് കെട്ടട്ടെ, അല്ലാത്തവർ ദിക്റും ചൊല്ലി നടക്കട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദിക്റും ചൊല്ലി നടക്ക്. അതിന് വരെ പെണ്ണിന് കഴുത്തിലെന്തുണ്ട്, കാതിലെന്തുണ്ട്, കയ്യിലെന്തുണ്ട്, അത് തന്നില്ല എന്നുണ്ടെങ്കിൽ മോന്ത വീർപ്പിച്ച് നടക്കുക, കാലടിച്ച് നടക്കുക, പിറുപിറുത്തിട്ട് നടക്കുക, ഒന്നും കോപ്പറേറ്റ് ചെയ്യില്ല, വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കൂല, 5-6 ദിവസം ഇവരെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ആക്കുക. എന്തിൻ്റെ പേര്? നാണല്ല നിങ്ങൾക്കൊന്നും. എന്നിട്ട് കുറേ പേര് വന്ന് പറയുക ഇപ്പോഴൊക്കെ പെണ്ണുങ്ങളാണ് വിട്ടിട്ട് പോകണത്, ആണുങ്ങളാണ് പാവം എന്നുള്ളത്. ഇല്ല എന്ന് പറയുന്നത് അങ്ങനെ വിട്ടിട്ട് പോകണ പെണ്ണുങ്ങളുണ്ടാവും. അതിൽ കൂടുതൽ നിങ്ങൾ കുറേ കാലം അവരെ അനുഭവിപ്പിച്ചതിൻ്റെ പുറത്തായിരിക്കും ഈ പെണ്ണുങ്ങൾ പുറത്ത് എന്തെങ്കിലും ആകൃഷ്ടരായിട്ടുണ്ടാവുക. ഓക്കെ, അല്ലാതെ ഒന്നും പെട്ടെന്നൊന്നും ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. അതൊക്കെ നിങ്ങളുടെ കയ്യിലുള്ളത് തന്നെയാണ്. പണ്ടത്തെ പെണ്ണുങ്ങൾ അങ്ങനെ, പണ്ടത്തെ പെണ്ണുങ്ങൾ ഇങ്ങനെയെന്ന് പറയുമ്പോൾ പണ്ട് എത്ര പേർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, ഇപ്പം എത്ര പേര് ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്? എന്താ ഇതിനൊക്കെ കാരണം? ഒരു പെണ്ണ് ഈ പറയുന്ന എല്ലാ സമ്പാദ്യം കൊടുത്തതിന് ശേഷം ആ ഭർത്താവിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഒരു ചേർത്ത് പിടിക്കൽ, അവളെ അംഗീകരിക്കുന്നത്, അവളെ റെസ്പെക്റ്റ് ചെയ്യുന്നത്. അതിന് വരെ എന്താ ചെയ്യുക? കിട്ടിക്കഴിഞ്ഞ് പിന്നെ ഇവന്മാരുടെ ഭരണമാണ്. അങ്ങോട്ട് ഭരണം നിങ്ങളുടെ പേരിൽ നിങ്ങളുടേതായിട്ട് സ്വന്തമായിട്ട് നല്ലൊരു വരുമാനം ആക്കാവുന്ന രീതിയിലേക്ക് നിങ്ങളുടെ വാപ്പ നിങ്ങൾക്ക് അധ്വാനിച്ച് തന്നത്. അല്ലാതെ എവിടെയോ ആരോ പ്രസവിച്ച ആരെയോ മകനക്ക് വേണ്ടിയിട്ടല്ല നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ തരുന്നത്. മരുമോനെ കണ്ടിട്ടല്ല തരുന്നത്. മരുമോനക്കും നിങ്ങളുടെ വാപ്പാക്കും എന്താ ബന്ധം? സ്വന്തം മോളെ കല്യാണം കഴിച്ചു കൊടുത്തോളുള്ള ബന്ധമുള്ളൂ. അവൻ എൻ്റെ മോളെ നാളെ നല്ല രീതിയിൽ വെച്ച് നോക്കും, അവൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും, അവളിൽ ജനിക്കാൻ പോകുന്ന മക്കളെ അത്രത്തോളം സംരക്ഷിക്കും എന്നുള്ള ഉറപ്പിൻ്റെ പുറത്താണ് ഈ മക്കളെ കൊടുക്കുന്നത് പോലും. അത് വിട്ടിട്ട് ഇവരുടെ പൈസ കൊണ്ട് തന്നെ ഇവർ കുറേ കാലം തിന്നാൻ കൊടുക്കും അത്ര, എന്നിട്ട് അതിന് കണക്ക് പറയും അത്ര, എന്നിട്ട് അതിന് നിങ്ങൾ മോങ്ങിയിട്ടിരിക്കാനും പെണ്ണുങ്ങൾ, ഞാൻ ഉൾപ്പെടെ ആ ടൈപ്പ് തന്നെയാണ്.
പക്ഷെ ഞാൻ ചെയ്ത് ഇതിൽ കുറച്ച് ബുദ്ധിപരമായിട്ടുള്ള കാര്യമുണ്ട്. ബിസിനസ്സിന് വേണ്ടിയിട്ട്, അതായത് ഷോപ്പ് എടുക്കാനും വേണ്ടിയിട്ട് ആണ് ഈ ഗോൾഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വ്യക്തമായിട്ടുള്ള എൻ്റെ ഷെയർ, അതായത് ഈ ഷോപ്പിൽ നിന്നും വരുന്ന വരുമാനം എൻ്റെ ഷെയർ ഞാൻ വാങ്ങിയിട്ടുണ്ട്. കുറച്ചൊക്കെ കിട്ടിയിട്ടുള്ളൂ, എല്ലാം ഒന്നും കിട്ടിയെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം അതിലൂടെ എനിക്ക് എന്ന് പറഞ്ഞിട്ടൊരു ബിസിനസ് ഞാൻ ഒരു സൈഡിൽ കെട്ടിപ്പടുക്കുന്ന ഒരാളായിരുന്നു. കാരണം ഒരാൾ മാത്രം ബുദ്ധിമുട്ടി കഴിഞ്ഞാൽ ലൈഫ് പെട്ടെന്ന് സെറ്റിൽഡ് ആവില്ല. രണ്ടാളും ബുദ്ധിമുട്ടണം. ഞാൻ ആ ഒരു മീൻസ് അധ്വാനിക്കണം. എനിക്ക് ആക്ച്വലി ഞാൻ കഷ്ടപ്പെടണമെന്നോ ഞാൻ ബുദ്ധിമുട്ടണമെന്നോ കടമയുള്ള ഒരാളൊന്നും അല്ല. ബട്ട് 2 പേരും കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ജനിക്കാൻ പോകുന്ന മക്കൾക്കും നമുക്കും നല്ലൊരു ലൈഫ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒപ്പം തന്നെ സാക്രിഫൈസ് ഒരുപാട് ചെയ്തിട്ട് ഒരുപാട് ഇപ്പം എന്നെ വന്നിട്ട് ഓരോന്ന് കുറ്റം പറയുന്ന ഈ പെൺകുട്ടികൾക്ക് അറിയില്ല ഞാൻ എത്രത്തോളം സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഒരു ലൈഫ് ഇതുപോലെ 19 കൊല്ലം, 1, 2, 3, 4, 5 കൊല്ലമല്ല, 10 കൊല്ലമല്ല, 15 കൊല്ലമല്ല, 19 കൊല്ലത്തിൽ സാക്രിഫൈസ് ചെയ്ത് ബിൽഡ് ചെയ്തെടുത്തതാണ് എൻ്റെ ഫാമിലി എന്ന് പറയുന്നത്. അപ്പം ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിൽ കാര്യം ഉണ്ടാവുമല്ലോ. അതും കൂടെ ആലോചിച്ചിട്ട് മതി ഇപ്പോഴത്തെ പുണ്യവതി ബാക്കിയുള്ളവർ ചമഞ്ഞിട്ട് എന്നെ കുറ്റം പറയാൻ വരുന്നത്. ഓക്കെ, അപ്പോൾ എന്തപ്പോൾ പറഞ്ഞത്, നിങ്ങൾക്കുള്ള വരുമാന മാർഗം കണ്ടെത്തുക. ഈ പറയുന്ന നാട്ടുകാരോ വീട്ടുകാരോ കൂട്ടുകാരോ ഒന്നും ഉണ്ടാവില്ല. ഇതിൽ പറയുന്ന സ്ത്രീകളുടെ അനുഭവം മാത്രം വെച്ച് നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങളുടെ ഭാവി സേഫ് ആക്കേണ്ടത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ട്. വീടെടുക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ആ വീട്ടിൽ നിന്ന് ഒരിക്കലും നിങ്ങൾക്കൊരു വരുമാനം കിട്ടൂല മക്കളെ. നിങ്ങൾക്കൊരു വരുമാനം കിട്ടൂല. നിങ്ങൾക്ക് വരുമാനം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യണം. നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എഡ്യൂക്കേഷൻ, പിന്നെ അടുത്തത് ആരോഗ്യം. എനിക്കില്ലാത്ത ഏറ്റവും വലിയൊരു പ്രോബ്ലം അതാണ്. ഞാൻ ഈ ഓടി നടക്കുന്ന ഇതിൽ എന്നെ തന്നെ മറന്നു പോയത് കൊണ്ടാണ് എനിക്കിപ്പോൾ ഈ കാണുന്ന ഓരോ പ്രശ്നങ്ങളും ഉള്ളത്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളോട് സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട്, എനിക്കുണ്ട്, ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല ഈ പറഞ്ഞ പോലെ. പക്ഷേ എനിക്ക് അതിനേക്കാളും പ്രയോറിറ്റി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് എൻ്റെ മക്കളുടെ ഭാവിക്ക്, അവർ പിന്നീട് ബുദ്ധിമുട്ടരുത് എന്നുള്ള ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ എൻ്റെ ഇപ്പോൾ ഉള്ള ഗോൾഡ് ഈ കാണുന്ന ഈ സംഭവങ്ങളൊക്കെയാണ്. ഇത് മാത്രമല്ല, നമ്മൾ ഇച്ചു ബേബീനെ പ്രസവിച്ച ആ ഒരു സമയത്ത് ഒരു വലിയൊരു മാലയും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതും കൂടി ഉണ്ട് കേട്ടോ. പക്ഷെ അത് ബാങ്കിലാണ് ഞാനല്ല വെച്ചത്. ഒരാളെ സഹായിക്കാൻ ചോദിച്ച് ശല്യം പെടുത്തിയപ്പോൾ സഹായിക്കാൻ വേണ്ടി കൊടുത്തതായിരുന്നു. അത് ഇതുവരെ കിട്ടിയിട്ടുമില്ല. ഇനി അടുത്തൊരു കാര്യം പറയാം. ജീവിതത്തിലെ ചില പാളിച്ചകളിൽ സംഭവിക്കാം. എത്ര തന്നെ നമ്മൾ ബോൾഡാണ്, ബുദ്ധിയുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പറ്റുന്ന കുറച്ച് പാളിച്ചകളൊക്കെ ഉണ്ടല്ലോ. ഏതായാലും എനിക്ക് ഈ ഗോൾഡുകൾ മിക്കവാറും എനിക്ക് വിൽക്കേണ്ടി വരും, അല്ലാന്നുണ്ടെങ്കിൽ ബാങ്കിൽ വെക്കേണ്ടി വരും. അത്യാവശ്യമായിട്ട് കുറച്ച് പൈസൻ്റെ ആവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്ന് ഞാൻ കുറേശ്ശായിട്ട് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ഇങ്ങനെ കുറച്ച് ഗോൾഡൊക്കെ വാങ്ങി വെച്ചത് കൊണ്ട് എനിക്ക് ഭാവിയിലേക്ക് ഉപയോഗിക്കാനും വേണ്ടിയിട്ട്, ഭാവിയിലേക്കല്ല ഇനി ഉപയോഗിക്കാൻ പറ്റുമെന്ന് വിചാരിക്കണം. കുറേ പൈസൻ്റെ അത്യാവശ്യമുണ്ട്. എല്ലാം ആദ്യം തൊട്ട് തുടങ്ങണം. എത്ര കാലം എത്ര ആരോഗ്യം ഉണ്ടാവും എന്നതൊന്നും അറിയില്ല. ഈ നിമിഷം വരെ ഞാൻ 1 രൂപ പോലും എനിക്ക് ആർക്കും പലിശ കൊടുക്കണ്ട. ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. ഒരുപാട് ഈ വീടിൻ്റെ ലോൺ അടയ്ക്കേണ്ട സമയത്തുണ്ടല്ലോ, ഒരുപാട് കരഞ്ഞ് പ്രയാസപ്പെട്ടിട്ടുണ്ട് ഞാൻ. കാരണം ആ ലോണ് 22 വർഷമൊക്കെ അടയ്ക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ 1.5 കോടി രൂപ അടയ്ക്കേണ്ടി വന്നിട്ടുണ്ടാവും. അത്രയും പലിശ കൊടുക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായിട്ട് എടുത്തൊന്നല്ല. വീണ്ടും നിങ്ങൾ അതൊന്നും പറയണ്ട. ഒട്ടും താല്പര്യമില്ലാതെ എടുത്തൊരു ലോണായിരുന്നു. പക്ഷെ അത് എത്രയും പെട്ടെന്ന് ക്ലോസ് ചെയ്യണം എന്നുള്ളത് എൻ്റെ മാത്രം ആവശ്യമായിരുന്നു. എൻ്റെ ഈ വീട് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് എൻ്റെ മാത്രം ആവശ്യമായിരുന്നു. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പൊള്ളുന്നുണ്ടോ? അത് നിങ്ങളുടെ കുഴപ്പം കൊണ്ടാണ്, നിങ്ങളുടെ അസൂയും കുശുമ്പും കൊണ്ടാണ്. ഞാൻ വേറെ ആരെങ്കിലും കുറ്റം പറയണ പോലെ തോന്നുന്നത് എൻ്റെ അധ്വാനമാടോ. ഞാൻ അത്രയും കഷ്ടപ്പെട്ട് ഞാൻ പ്രയാസപ്പെട്ടിട്ടാണ് ഈ ലോൺ അടച്ചിട്ടുള്ളത്. അപ്പോഴേക്കും ഞാൻ അടച്ച ആ ഒരു പോസിറ്റീവ് വശം കാണാതെ അപ്പോൾ കുറേയാണ് എഴുന്നള്ളൂ ഇങ്ങോട്ട്.
അവൾ കുറ്റം പറയണേ എന്ന് പറഞ്ഞിട്ട്. നാളെ നിങ്ങൾക്കൊന്നും കഷ്ടം കുറേ എണ്ണം. നിങ്ങളെങ്ങനെ വേണമെങ്കിൽ ജീവിക്കുക, നിങ്ങൾ അടിമയായിട്ട് ജീവിക്കുക. നിങ്ങൾ എന്ത് അധ്വാനിച്ചാലും അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഇരുന്ന് തിന്നിട്ടായിരിക്കും ചിലപ്പോൾ പറയണത്. അധ്വാനിച്ച പെണ്ണുങ്ങൾ ഒരിക്കലും എന്നെ അങ്ങനെ കുറ്റം പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. നല്ല സൗകര്യമായിട്ട് കെട്ടുവൻ്റെ പൈസയിൽ നല്ല തിന്നു സുഖിച്ച് ഫോണും നോക്കി ഇങ്ങനെ ഇരിക്കുന്നവർക്ക് ഇങ്ങനെ പറയാൻ തോന്നുള്ളൂ. അതേസമയം പുറത്തിറങ്ങി പണിയെടുക്കണ ഒരു പെണ്ണ് എന്നെ കുറ്റം പറയൂല, ഉറപ്പാണ്. കാരണം മേലാണെങ്കിൽ പണിയെടുക്കുമ്പോഴേ നല്ല ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം നമ്മുടെ അധ്വാനം അല്ലാതെ കണക്കാക്കുന്ന സമയത്തേ ആ വേദന അങ്ങനെ അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ. ഓക്കെ, അതുകൊണ്ട് എൻ്റെ വന്ന് എന്തെങ്കിലും പറയാമെന്നാൽ ഞാൻ എന്തെങ്കിലും പറയും. സമനില തെറ്റി നിൽക്കുകയാണ്. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടു എന്നോട് സംസാരിച്ചു. ഒരുപാട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട്. പേഴ്സണലായിട്ട് ഞാൻ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കി എനിക്ക് വേണ്ടി ദുആ ചെയ്ത് ആശ്വസിപ്പിച്ച ഒരുപാട് പേരുണ്ട്. താങ്ക് യു സോ മച്ച്. സൗണ്ട് ഇനി ശരിയായിട്ടില്ല. എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംഭവിക്കും. കഴുത്ത് വീണ്ടും റിജിഡായിട്ട് ഭയങ്കര വേദനയായിരുന്നു. ഞാൻ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നു. ഞാൻ ഈ ലേഡി നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യണമെന്ന് ഏത് വകയിൽ. എനിക്ക് വയ്യാത്തതുകൊണ്ട് കുറേ ദിവസം വീഡിയോ ഇട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്താണ് എൻ്റെ അസുഖങ്ങളെന്ന് പറഞ്ഞ വീഡിയോയിൽ വന്നിട്ട് ഈ ലേഡി നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്നു. ഏത് വകയിൽ എന്ത് നെഗറ്റീവാണ് ഞാൻ സ്പ്രെഡ് ചെയ്തത്? 10 പേരെ കൊല്ല്, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വിഷം വെച്ച് കൊല്ലുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വീട്ടിൽ പോയിട്ട് വല്ല ആഭരണം മോഷ്ടിക്കുന്നോ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്വത്ത് അപഹരിക്കുന്നോ, അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് പണിയെടുപ്പിച്ച് നല്ല കിടന്നുറങ്ങി ജീവിക്കുന്നു, അങ്ങനെ വല്ല ഞാൻ സ്പ്രെഡ് ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. ഇവർക്കൊക്കെ എന്താ അത്? ഒരു ലേഡി എത്രത്തോളം സഫർ ചെയ്ത് ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ പൊള്ളും അങ്ങോട്ട്. നല്ല സ്വഭാവമാണ്, എന്തായാലും കുഴപ്പമില്ലല്ലോ നമ്മുടെയൊക്കെ സ്വഭാവം. പിന്നെ ആർക്കെങ്കിലും സമ്പാദിക്കാനുള്ള കഴിവില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ആരെയും കൊച്ചാക്കിയൊന്നും കാണിക്കുന്നില്ല. നല്ല ചൂഷണം ചെയ്യുന്നവരെ എനിക്ക്, അതായത് ഒരാളുടെ അധ്വാനത്തിനെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നവരെ എനിക്ക് തീരെ ഇഷ്ടമല്ല. അത് ഞാൻ ചിലപ്പോൾ നേരിട്ട് പറയും, ചിലപ്പോൾ ഞാൻ പറയാതെ പറയും. അപ്പോൾ അതിനെ കണ്ടിട്ട് ഞാൻ വേറെ രീതിയിലാണ് പറയണമെന്ന് പറഞ്ഞിട്ട് അതും പറയാൻ ആരും വരണ്ട. ഓക്കെ, ഞാനൊക്കെ ഓരോരുത്തരെ സഹായിച്ച പോലെ എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലുമൊക്കെ ഇത്രത്തോളം സഹായിക്കുമെന്ന്. എന്നൊരു കുറ്റം മുഴുവൻ എനിക്കും. എന്ത് തേങ്ങയ്ക്ക്? ചിലർ ചോദിക്കും ഇവിടെ സമനില തെറ്റിയോ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ. ചെറുതായിട്ട് അപ്പം എനിക്ക് സങ്കടമൊന്നുമില്ല. എൻ്റെ ഗോൾഡ് വെക്കേണ്ടി വന്നാലും എൻ്റെ ഗോൾഡ് പണയം വെക്കേണ്ടി വന്നാലും പലിശയിൽ പെടാതിരിക്കാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ ഈ ഗോൾഡ് എല്ലാം തന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ ഒന്നോ ഞാൻ വെക്കും, അല്ലാന്നുണ്ടെങ്കിൽ പണയം വെക്കും. എനിക്ക് എൻ്റെ ചെറിയ താളപ്പിഴകൾ ജീവിതത്തിൽ, ചെറുതല്ല വലിയ താളപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ട്. പുതിയ കുറേ തീരുമാനങ്ങളൊക്കെ എൻ്റെ ലൈഫിലുണ്ട്. എനിക്കത് അറിയിക്കണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അറിയിക്കേണ്ട സമയത്തിൽ നിങ്ങളെ ഞാൻ അറിയിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ 1000 പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയൂല. അത് അഹങ്കാരം കൊണ്ടൊന്നല്ല, അത് എനിക്ക് തോന്നുന്നില്ല. ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ടോ? നമ്മൾ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ ഒരുപാട് കുറ്റപ്പെടുത്താൻ ഈ പറയുന്ന ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ കുറേ ആൾക്കാരുണ്ട്. എന്ത് കിട്ടും, എങ്ങനെ തകർക്കാമെന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കുന്ന കുറേ സാധനങ്ങൾ. ഇവർക്കൊന്നും അറിയില്ലടോ നമ്മൾ അനുഭവിക്കുന്നത്. ഇതൊക്കെ ഒരു കഥയായിട്ടും അല്ലെങ്കിൽ ഇതൊരു കണ്ടൻ്റായിട്ടും ഇവൾക്ക് റീച്ച് കൂട്ടാനുള്ള സംഭവമായിട്ടും ഒക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അത് അനുഭവിച്ച് വരുന്ന നമ്മളെപ്പോലെയുള്ള കുറച്ച് പേർക്ക് അതിൻ്റെ വിഷമം നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ലാത്തവരിങ്ങനെ വെറുതെ ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ട് ജീവിക്കും. നിങ്ങൾ ജീവിക്കുക. ആരെ തല്ലും അടിയും വിച്ചും കുത്തും ചവിട്ടി തേക്കലും അടിമപ്പെടുത്തലും ഒക്കെ കൊണ്ട് ജീവിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ജീവിക്കും. പക്ഷെ ബാക്കിയുള്ളവർ അതുപോലെ തന്നെ ജീവിച്ചേ മതിയാവുള്ളൂ എന്ന് എന്തിനാണ് ആഗ്രഹിക്കുന്നത്? ഇത്രയും കാലം ജീവിച്ചില്ലേ, ഇനി പുറത്ത് കിടക്കാൻ എന്താ പതിപ്പ്? അപ്പോൾ സൂക്ഷിക്കുക ഓരോരുത്തരും. നമ്മൾ ലേഡീസാണ്, നമ്മളെ ചൂഷണം ചെയ്യാൻ പല രൂപത്തിൽ ഈ സമൂഹത്തിൽ പല ടൈപ്പിൽ ആൾക്കാരുണ്ട്. എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും കുറ്റപ്പെടുത്തുന്ന ആൾക്കാരുണ്ട്, നല്ലത് ചെയ്താലും കുറ്റപ്പെടുത്തുന്ന ആൾക്കാരുണ്ട്. ജീവിതം ഫുള്ളും ആർക്കൊക്കെയോ വേണ്ടി ഹോമിച്ച് ശരീരവും ധനവും എല്ലാം നഷ്ടപ്പെട്ടാലും കുറ്റപ്പെടുത്താൻ റെഡിയായി നിൽക്കുന്ന ഒരു ഉളുപ്പുമില്ലാത്ത പെണ്ണുങ്ങളുണ്ട്, ആണുങ്ങളുണ്ട്. പെണ്ണുങ്ങളിലും ആണുങ്ങളിലും നല്ലതുണ്ട്, ചീത്തയുണ്ട്. അല്ലാന്നല്ല പറയണത്. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ സേഫാക്കിയിരിക്കുക, അല്ലെങ്കിൽ ഇനി വരുന്ന നമ്മുടെ മക്കളുടെ കാര്യങ്ങളും സേഫാക്കിയിരിക്കുക. അവർക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുക, ജോലി കിട്ടാൻ വേണ്ടി തന്നെ പഠിപ്പിക്കുക.
പൈസയ്ക്ക് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് തന്നെ പറഞ്ഞ് പഠിപ്പിക്കുക. അല്ലാതെ പൈസ ഉണ്ടാക്കുന്നത് വലിയ എന്തോ ഒരു തെറ്റോ എന്നുള്ള പോലെ കുറച്ച് എന്താ പറയുക, കുലസ്ത്രീകളുണ്ട്. അവരൊക്കെ വെറുതെ ആൾക്കാരുടെ മുമ്പിൽ നല്ല പിള്ള ചെമിയാൻ വേണ്ടിയിട്ട് വന്ന് ഡയലോഗ് അടിക്കുകയാണ്. സ്വന്തം ജീവിതത്തിൽ പോയി നോക്കണം. പൈസയ്ക്ക് വേണ്ടി എന്തൊക്കെ ചിലപ്പോൾ കാണിച്ചു കൂട്ടുണ്ടാവും. എന്നിട്ടാണ് ബാക്കിയുള്ളവരെ കുറ്റം പറയണത്. പൈസ ഉണ്ടാക്കണടോ, 4 നന്മ ചെയ്യണമെങ്കിൽ ആ പൈസ വേണടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു സംഭവമുണ്ട്. ഞാൻ ആക്ച്വലി ഇങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് പറയാൻ താല്പര്യമില്ല, എങ്കിൽ പോലും പറയാണ്. നബിക്ക് ആ സമയത്ത് പ്രബോധനം ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ സമ്പത്താണെന്ന് അഭിമാനത്തോടെ പറഞ്ഞിട്ടുണ്ട്. തൻ്റെ ഭാര്യയുടെ സമ്പത്ത്, ഭാര്യയുടെ എന്നാണ് പറഞ്ഞത്, അല്ലാതെ എൻ്റെ എന്ന് പറഞ്ഞിട്ടില്ല. അവിടെ ഭാര്യയ്ക്ക് ഒരു അഭിമാനം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ ഇവിടെ ഭാര്യ എന്തെങ്കിലും നല്ല കാര്യം ചെയ്തു എന്ന് പറഞ്ഞാൽ അപ്പുറത്തുനിന്ന് കുറേ എണ്ണം വരും, അയ്യോ ഭർത്താവിനെ അപമാനിച്ചേന്ന് പറഞ്ഞിട്ട്. ഇതിൽ നബിക്ക് എന്തെങ്കിലും അപമാനം ഉണ്ടോ? ഉണ്ടാ? സമ്പത്തുള്ളത് കൊണ്ട് ആ കാലഘട്ടത്തിൽ പ്രബോധനം ചെയ്യാൻ ഒരുപാട് ദഅവത്ത് ചെയ്യാൻ ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അതേപോലെ ആ കാലത്തിൽ മില്ലേനിയേഴ്സായിരുന്ന ഒരുപാട് സഹാബികളുണ്ട്. ഇവരെല്ലാം പൈസ ഇറക്കി തന്നെയാണ് ഈ ദഅവത്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പൈസ വേണം ജീവിക്കാൻ എല്ലാറ്റിനും. ഓക്കെ, പിന്നെ ചിലർ ചിലപ്പോൾ പറയാം, അയ്യോ സോഷ്യൽ മീഡിയയിലൂടെ അത്ര ഉണ്ടാക്കി ഇത്ര ഉണ്ടാക്കി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട്. ഇതിൽ പല സാധനങ്ങളും നിങ്ങൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. മീൻസ് അതിന് മുമ്പ് ഉള്ളതാണ്. ഞാൻ മുമ്പേ എൻ്റെ ബ്ലഡിൽ ഈ പറഞ്ഞ പോലെ ബിസിനസ് ബ്ലഡാണെന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ വാപ്പ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് ആദ്യം മുതലേ എനിക്ക് ബിസിനസ് ചെയ്യണം, ഏണിങ്സ് ഉണ്ടാക്കണം, അതിലൂടെ ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയും കൂടെ ഉള്ളത് കൊണ്ടായിരിക്കാം പഠിച്ചോൻ എന്നെ സഹായിച്ചതെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് കേട്ടോ. ഞാൻ ചെറുതിനേ എനിക്കുള്ള ആഗ്രഹമായിരുന്നു. അതിലൊരു തെളിവ് ഞാൻ പറയട്ടെ. ഇപ്പോൾ ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ഒരു വീട് നമ്മൾ റെഡിയാക്കി കൊടുത്തത്. ഞാൻ ചെറുതായിരിക്കുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ വാപ്പാൻ്റെത്തും ഉമ്മാൻ്റെത്തും ഹെൽപ്പ് ചോദിച്ച് വരും. വീട് എങ്ങനെയെങ്കിലും ഒന്ന് റെഡിയാക്കി തരണം, ചാല് വരുമ്പിൽ കനാലിൻ്റെ സൈഡാണ് അവരുടെ വീട്, പാമ്പുകളൊക്കെ വരുന്നു എന്ന് പറഞ്ഞിട്ട്. അന്ന് ആ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ സമയത്ത് ഞാൻ ആലോചിച്ചു, വലുതായിട്ട് ഞാൻ കുറേ എൻ്റെ പൈസ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവർക്കൊരു വീട് എടുത്തു കൊടുക്കണം എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എത്രയോ കൊല്ലങ്ങൾക്ക് ശേഷം, അതും എൻ്റെ ജീവിതത്തിൽ എത്രയോ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ച് എന്നെ പഠിച്ചവൻ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി എനിക്കൊരു ഏണിങ്സ് ഉണ്ടാക്കി തന്ന് എന്നെ ഒരുപാട് പേർക്ക് അറിയിച്ചു കൊടുത്ത് ആ ഒരുപാട് പേരുടെയും കൂടെ സഹായം കൊണ്ട് എനിക്ക് അവർക്കൊരു ഇരിപ്പിടം ഉണ്ടാക്കാൻ പറ്റി. ഇതിലൊരു കാര്യം നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? ആ ലേഡി സഫർ ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര വർഷങ്ങളായിട്ടുണ്ടെന്നറിയോ? അവരെ ഭർത്താവ് കള്ളൊക്കെ കുടിച്ച് ജീവിച്ച് അയാൾ മരിച്ചു പോയി, 5 മക്കളെയും കൊടുത്തിട്ട്. എന്നിട്ട് എന്ത് സംഭവിച്ച്? വഴിയിൽ ഈ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് മറ്റ് വീടുകളിൽ പോയിട്ട് പാത്രം കഴുകിയിട്ട് ജീവിക്കുക. അതിലൂടെ അവർക്ക് എന്ത് സംഭവിച്ച്? ആസ്മ, നിർത്താതെ ചുമയും തുമ്മലും, കയ്യിൽ വാദം, തലയിൽ മുഴ, അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞാൽ കുറേ പ്രോബ്ലംസ്. എന്തെങ്കിലും ഒരു ബാക്കപ്പ് അവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഭർത്താവ് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കുന്ന മാർഗ്ഗം ഈ കള്ളു കുടിച്ചിട്ട് നടന്ന സമയത്ത് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ലേഡി ഇത്ര ബുദ്ധിമുട്ടോ? അവരുടെ എല്ലാ പെൺമക്കളെയും കെട്ടിച്ചു കൊടുത്തത് പള്ളിക്കാരും കുടുംബക്കാരും ഒക്കെ ചേർന്നിട്ടാണ്, നമ്മളൊക്കെ ചേർന്നിട്ടാണ്. ഇപ്പോഴും കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഒരു വീട്ടിൽ ചട്ടിയും പാത്രം കഴുകിയിട്ടാണ് ജീവിക്കുന്നത്. ഒന്ന് രാത്രി കിടന്നുറങ്ങാൻ പറ്റൂല അവിടെ, എന്നിട്ട് വേറെ വീട്ടിലാണ് പോയി കിടന്നുറങ്ങുന്നത്, അടുത്ത വീട്ടിൽ. അവർക്കാണ് ഇപ്പോൾ വീടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് ആകാശത്തുനിന്ന് വന്ന പൈസ ഇറക്കിയിട്ടാണ് ആ വീട് വന്നത് അവിടെ. ഓക്കെ, ഇപ്പോൾ വാർപ്പ് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് പുച്ഛാണ് ഇതുപോലെ ഡയലോഗ് കമൻ്റ് ഇടുന്ന പെണ്ണുങ്ങളോട്. എന്താ നിൻ്റെയൊക്കെ വിചാരം? നീയൊക്കെ ഒന്നും അറിയാതെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ആണുങ്ങൾ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് കൊണ്ടുവരുന്നത്, ഇല്ലയെന്നൊന്നും പറഞ്ഞില്ല. നിനക്കൊക്കെ അങ്ങനെ കഷ്ടപ്പെട്ട് ഈസി ആയിട്ട് ഈ മുന്നിലേക്ക് എല്ലാ സൗകര്യങ്ങളും, വീടും കാറും അല്ലെങ്കിൽ ബാക്കിയുള്ള 4 നേരം ഭക്ഷണവും മക്കളുടെ ഫീസും സ്കൂളും, ഇതൊന്നും നിങ്ങളറിയാതെ നിങ്ങളുടെ ഭർത്താക്കന്മാർ ചെയ്യണതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ കമൻ്റ് ഇടാൻ തോന്നുന്നത്. പക്ഷെ ഇതൊക്കെ ഒരു പെണ്ണിൻ്റെ തലയിലേക്ക് വരുമ്പോൾ അവൾ അതൊക്കെ ഒരു ആണിൻ്റെയും പെണ്ണിൻ്റെയും റോൾ ഒരേപോലെ ഏറ്റെടുത്ത് നടത്തുമ്പോഴുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ. കമൻ്റ് ഇടാൻ ഈസിയാണ്. ഇനി ഞാൻ ഇങ്ങനെ പറഞ്ഞത് എനിക്ക് വേണ്ടി ചിന്തിക്കണ്ട. ഒരുപാട് പെണ്ണുങ്ങൾ ഇതുപോലെ ആണിൻ്റെയും പെണ്ണിൻ്റെയും
കടമകൾ ചെയ്ത് ജീവിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. അവരത് പുച്ഛിക്കരുത് കേട്ടോ, കഷ്ടമാണ്. അങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടുന്ന പെണ്ണുങ്ങൾക്ക് അവരുടെ ഒരു സൗണ്ടായിട്ട് മാറാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയണത്. അല്ലാതെ ഇതൊക്കെ പറയുന്നത് ഇനി എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഞാൻ അന്തസ്സായിട്ട് ഇപ്പോഴും പണിയെടുത്ത് തന്നെയാണ് ജീവിക്കുന്നത്. ഇപ്പോഴും ഞാൻ ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട്, അതിൻ്റെ പേരിൽ ഒരുപാട് കേൾക്കുന്നുമുണ്ട്. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് നിങ്ങളുടെ നിന്ന് എന്തെങ്കിലും കിട്ടാനൊന്നും പോണില്ല. അങ്ങനെ ബുദ്ധിമുട്ടുന്ന എൻ്റെ മുന്നിൽ കരഞ്ഞു വരുന്ന സ്ത്രീകൾക്ക് എന്തെങ്കിലും ഒരു ലൈഫിലൊരു ചേഞ്ച് വരും. അല്ലാതെ ഈ പറയുന്ന സ്ത്രീകളെയും അല്ലെങ്കിൽ നിങ്ങൾ സൂചിച്ച് ജീവിക്കണവരെയൊക്കെ എനിക്ക് ഡൈവോഴ്സ് ചെയ്യിപ്പിച്ചിട്ട് എന്ത് കിട്ടാനാണ്? ഡൈവോഴ്സ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നടക്കത്ര ഞാനെന്താ വക്കീലായിട്ടുണ്ട്, വക്കീലിന് പഠിക്കണമുള്ളൂ. പിന്നെ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ എനിക്ക് ഡൈവോഴ്സ് ചെയ്യാൻ എനിക്ക് വന്ന് കേസ് തരുമോ? സീലു ഡൈവോഴ്സ് ചെയ്യിപ്പിച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് കുറേ എണ്ണം ഒരു ഉളുപ്പില്ലാണ്ട് വന്ന് കമൻ്റ് ഇടും. എനിക്ക് യൂട്യൂബ് ഇല്ലെങ്കിൽ ഞാൻ ജീവിക്കോടോ എന്തെങ്കിലുമൊക്കെ വിചാരിച്ചത്? നിങ്ങളെയൊക്കെ പേടിച്ചിട്ട് നിങ്ങളുടെ കമൻറ്റിനെയൊക്കെ പേടിച്ചിട്ട് അടങ്ങി ഒതുങ്ങി ഒക്കെ കേട്ടിട്ട് ഞാനിങ്ങനെ ഇരിക്കുമെന്ന് വിചാരിക്കണ്ട. തെറ്റേ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പെണ്ണല്ല. പാവമായിരുന്നു പണ്ട്, ഇപ്പല്ല. ഞാൻ അടിമല്ല അതിന്. ഈ യൂട്യൂബിൽ വന്ന് നല്ല തിന്നു കുടിച്ചിട്ട് ഒരു കൂസലും ഇല്ലാതെ മറ്റുള്ളവരെ കുറ്റം പറയുന്ന കുറേ പെണ്ണുങ്ങൾ. ആഫ്റ്റർ ഓൾ ഒരു മോട്ടിവേഷൻ വീഡിയോ ആണെന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് പോലും ഇല്ലാത്ത കുറേ സാധനങ്ങൾ ഞാൻ കുറ്റം പറയാൻ വേണ്ടിയിട്ട് വരുന്നു എന്ന് പറഞ്ഞിട്ട് വരും. ലൈഫ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ നിന്നും വരുന്ന മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവൾ കുറ്റം പറയാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ വരുന്നു എന്നൊരു പേരും. എന്നിട്ട് എനിക്ക് ഇങ്ങനെ ഉണ്ട കിട്ടുമല്ലേ യൂട്യൂബിൽ നിന്ന്. കഴിഞ്ഞ മാസം യൂട്യൂബിൽ നിന്ന് എനിക്ക് ഉള്ള വരുമാനം എത്രയാണെന്നറിയോ? 9,000 എന്തോ. ഈ 9,000 എൻ്റെ 5 മക്കൾക്ക് എന്തിനു തികയെന്ന് പറഞ്ഞിട്ട് ഇവൾ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് എന്തോന്ന് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ എനിക്ക് എൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൂടെ? ഓരോരുത്തർ ഓരോന്ന് വന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അവരെവിടെ ഇവരെവിടെ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ഇവർ അറിവുകൾ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയാതിരിക്കണതെന്ന്. പൊട്ട റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ എനിക്ക് ഡെയിലി വീഡിയോ ഇട്ടാൽ പോരെ? പോയ മാസം ഇട്ട വീഡിയോ ഒരു വീഡിയോ ആണ്. എന്നിട്ട് പറയണ് അപ്പോൾ ഞാൻ എന്നാ നീ പറയടീന്ന്. ഞാൻ പറഞ്ഞു അങ്ങനെ കേട്ട് സുഖിക്കണ്ടെന്ന്. ഇവർക്കിങ്ങനെ നെഗറ്റീവായിട്ട് കുറേ സംഭവങ്ങൾ ഇങ്ങോട്ട് കേൾക്കണം, എന്നിട്ട് ഇങ്ങോട്ട് സുഖിക്കണം, എന്നിട്ട് നമ്മളിങ്ങോട്ട് കുറ്റം പറയണം. അതിനങ്ങോട്ട് നിന്ന് തരാണ്ടാവുമ്പോൾ അതിനും കുറ്റം. എന്തുവാടെ ഇതൊക്കെ? നിൻ്റെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? ഞാൻ അറിയാതെ ചോദിക്കണം. ഇങ്ങനെ പറയുന്ന നിൻ്റെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടോ? ഒരു 4 ആൾക്ക് നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം കിട്ടണമെന്ന് നീയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഈ 4 നേരം തിന്നിട്ട് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് നടക്കല്ലാണ്ട്. ഇനിയിപ്പോൾ ആരെങ്കിലും ഞാൻ സബ്സ്ക്രൈബേഴ്സിനെ കുറ്റം പറഞ്ഞോന്ന് പറഞ്ഞിട്ട് കൊടുവാളം എടുത്തിട്ട് വരണ്ട. ഇതാ ഞാൻ അങ്ങനെയുള്ളവരെയല്ല പറഞ്ഞത്. ഒരു നാട്ടിനും വീട്ടിനും ആർക്കും ഒരു ഉപകാരവും ഇല്ലാതെ കുറ്റം പറയാൻ വേണ്ടി മാത്രം നാവും ആയും കയ്യും പ്രവർത്തിക്കുന്നവരെ മാത്രമാണ് ഞാൻ പറയുന്നത്. അല്ലാതെ എന്നെ സ്വന്തം വീട്ടിലൊരാളായിട്ട്, സ്വന്തം അനിയത്തിയെ പോലെ, അല്ലെങ്കിൽ ഒരു താത്താനെ പോലെ, അല്ലെങ്കിൽ ഒരു മോളെ പോലെ, ചെറിയ കുട്ടികളൊക്കെ ഒരു ആൻറ്റിയെ പോലെ കാണുന്ന എത്രയോ പേരുണ്ട്. അവർക്കൊക്കെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ എൻ്റെ നിന്ന് കിട്ടുന്ന പ്രതീക്ഷ കൊണ്ട് കാണുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ എനിക്ക് ഒരുപാട് സ്നേഹമാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പല സമയം തകർന്ന് ഇരിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന മോട്ടിവേഷൻ എന്ന് പറയുന്നത് നിങ്ങളിടുന്ന കമൻസാണ്. അറിയോ? തകർക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ കുറേ എണ്ണം വരും. എന്ത് ജാതിയുള്ള നിങ്ങളൊക്കെ ഡിവോഴ്സ് ചെയ്യിപ്പിക്കുക. എനിക്ക് എന്നിട്ട് അവാർഡല്ല കിട്ടാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് ചെയ്യിപ്പിച്ചതിൽ. എന്നാൽ വേണ്ട, ഈ കഷ്ടപ്പെടുന്നവരൊക്കെ പോയിട്ട് തൂങ്ങിച്ചാവട്ടെ. അപ്പം നിനക്കൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കമൻ്റ് ഇടാലോ അല്ലേ? അയ്യോ അവൾ പാവമായിരുന്നേ. ചത്തിട്ടാണ് നിങ്ങൾക്കൊക്കെ പാവെന്ന് പറയാൻ. അവൾ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, അവൾ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു, അവൻ കഷ്ടപ്പെടുത്തി, അവൻ ബുദ്ധിമുട്ടിച്ചു. എത്ര പേര് NPDസിൻ്റെ കയ്യിൽ പെട്ടിട്ട് ജീവിതത്തിൽ ശരിക്കും എന്താണ് സംഭവിക്കണമെന്ന് പോലും കൊല്ലങ്ങളായിട്ട് പോലും അറിയാതെ ജീവിക്കുന്ന ജീവനുകളുണ്ട് എന്നറിയോ? ഒരു മനുഷ്യനോട് അവരുടെ പ്രയാസം പോലും പുറത്ത് പറയാൻ പറ്റില്ല. ഇവർക്ക് തന്നെ സ്വയം എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല നമ്മൾ എന്താണ് ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഇതൊക്കെ എന്തിൻ്റെ കുറവാണെന്നറിയോ? ഇങ്ങനെയൊക്കെ ഒരു സംഭവങ്ങൾ ഈ ഭൂമിയിൽ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാതെ ഈ അടുക്കളേൻ്റെ ഉള്ളിൽ മാത്രം തളച്ചിട്ടിട്ട് വളർത്തുക ഈ പെണ്ണുങ്ങളെ അടിമകളാക്കി. എന്തിന്? പ്രസവിക്കാൻ വേണ്ടി മാത്രം. ഒരുത്തൻ വന്നിട്ട് വലിയ ഈമാനി കമൻ്റ് ഇട്ടിട്ടുണ്ട്. എന്താണെന്നറിയോ? നിങ്ങൾ അതിനെന്തോ ഒരു വേർഡ് പറഞ്ഞു, അതായത് പുറം ലോകത്തേക്ക് നിങ്ങൾ വരരുത് എന്ന്. സ്ത്രീകൾ എന്തിനാണ് നിങ്ങൾ വരുന്നതെന്ന്.
അതിൻ്റെ അർത്ഥം എന്താ? വീടിൻ്റെ ഉള്ളിൽ, അതായത് ഈ പുരുഷന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിനെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ച് വെച്ചിട്ടുള്ളത് ഇവർക്ക് സുഖ സൗകര്യങ്ങളെല്ലാം അനുഭവിച്ച് ജീവിക്കാനും ഇവരുടെ സെക്ഷൽ നീഡ്സ് മീറ്റ് ചെയ്ത് അതിലൂടെ അടുത്ത തലമുറ ഉണ്ടാക്കാനും വേണ്ടി മാത്രമുള്ള മാംസപിണ്ഡങ്ങളായിട്ടാണ് പെണ്ണുങ്ങളെ കാണുന്നത് ഇവർ. അങ്ങനെ ആണെങ്കിൽ എന്തിനാണ് പടച്ചവൻ ഈ പെണ്ണിന് ഈ പറഞ്ഞ പോലെയുള്ള ബുദ്ധി, വിചാരം, വികാരം, ശക്തി, കഴിവ് എല്ലാം കൊടുത്തിട്ടുള്ളത്? എന്നാൽ പിന്നെ ആ ഒരു മെഷീനെ പോലെ പടച്ചവൻ എന്ത് സൃഷ്ടിക്കാൻ അറിഞ്ഞൂടെ? ഞാൻ അറിയാണ്ട് ചോദിക്കണത്. പുറം ലോകത്തേക്ക് നിങ്ങളോട് വരണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ആര് പറഞ്ഞു? എപ്പോൾ പറഞ്ഞു? എവിടെ പറഞ്ഞു? എങ്ങനെ പറഞ്ഞു? നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അടിമളാക്കി വെക്കാൻ വേണ്ടിയിട്ട് കുറേ പുതിയ നിയമങ്ങളായിട്ടൊന്നും വരണ്ട കേട്ടാ. ഇവരെന്നിട്ട് യൂട്യൂബിൽ വന്നിട്ട് എന്താ ഇപ്പം കാണുന്നത്? കണ്ണു ഒത്തിയിട്ടാണ് എന്നെ വന്ന് കാണുന്നത്. പെണ്ണുങ്ങളുടെ മുഖം കാണാൻ പാടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് തല താഴ്ത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി കുറേ എണ്ണം വരും. ഇവള് മേക്കപ്പ് ചെയ്തിട്ട് വന്നു. എന്തോ ഒലക്കാണ് ഈ മേക്കപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്നെ നേരിട്ട് കണ്ട ആൾക്കാരുണ്ടാ? ഞാൻ നല്ല വെളിച്ചത്തിൽ നിന്ന് വീഡിയോ എടുക്കുന്ന സമയത്ത് മുഖം കുറച്ച് തിളങ്ങും. ഇതേ കൺമശി ഇട്ടാലും പറയും കൺമശി ഇല്ല. നമ്മൾ എന്തെങ്കിലും വിഷമമുള്ള ആൾക്കാരാണെങ്കിൽ വിഷമം ഉണ്ടെന്ന് നമ്മളിങ്ങനെ അറിയിക്കണ പോലെ ഇങ്ങനെ ശോഷിച്ച് ക്ഷീണിച്ച് വല്ല വികൃത രൂപമായിട്ട് വരണം. ലിപ്സ്റ്റിക്ക് ഉണ്ടില്ല എന്ന് പറയുന്നില്ല, ലൈറ്റായിട്ട് ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ചത്ത ശവം പോലെ ഉണ്ടാവും വീഡിയോയിൽ കാണാൻ. അതുകൊണ്ടാണ് ഒരു പെണ്ണിന് ഒരു ലൈറ്റ് കളർ ഉണ്ടാവാൻ പാടില്ല. അപ്പം പറയാം അവൾ മേക്കപ്പാണെന്ന്. പടച്ചോൻ എന്താണ് അങ്ങനെയാണ് എല്ലാവരെയും സൃഷ്ടിച്ചിട്ടുള്ളത്. എനിക്ക് കിട്ടിയ രൂപത്തിൽ അഹങ്കരിക്കുകയൊന്നല്ല. അതെന്നെ പടച്ചോൻ അങ്ങനെ സൃഷ്ടിച്ചതാണ്, അത്രേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നുമില്ല. അത് എപ്പോൾ വേണമെങ്കിൽ പോവാം, എപ്പോൾ വേണമെങ്കിൽ വരാം, എങ്ങനെ വേണമെങ്കിൽ ആവാം എന്ന് പറഞ്ഞാൽ അപ്പം തുടങ്ങും ഇവൾ മേക്കപ്പ് ഇട്ട്. എന്തിനാ അപ്പം ഇതൊക്കെ പറയും ഇങ്ങനെ മേക്കപ്പ് ഇട്ടിട്ട് വരുന്നത്? ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഈ പറയുന്ന പെണ്ണുങ്ങൾ ഒരു കല്യാണത്തിന് പോകുമ്പോൾ ഒരു 100, 150 അല്ലെങ്കിൽ ഒരു 10 പേര് കൂടുന്ന ഭാഗത്തേക്ക് പോകുമ്പോൾ ഇവരെങ്ങനെ പോവുക? ഡീസൻ്റായിട്ട് പോവില്ലേ? നല്ല വസ്ത്രം ധരിക്കുമില്ലേ? അല്ലെങ്കിൽ ഇട്ട അതേ പാവാടിയും കുപ്പായത്തോടെ ഇവർ ഇറങ്ങി പോവോ? നമ്മൾ നല്ല ഡ്രസ്സ് ഇടാൻ പാടില്ല, നല്ല രീതിക്ക് വരാൻ പാടില്ല. ഇവർ ഒരു പ്രോട്ടോക്കോൾ വെച്ചിട്ടുണ്ട്. ഒരു പെണ്ണാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവാൻ പാടുള്ളൂ. പെണ്ണിന് കുറേ വിഷമങ്ങളുണ്ടെങ്കിൽ അവൾ വിഷമിച്ച പോലെ ഇങ്ങനെ തന്നെ ഇങ്ങനെ ഇരിക്കണം, അല്ലെങ്കിൽ കരട്ടിരിക്കണം എന്ന് കുറേ കാര്യങ്ങൾ. നിങ്ങളങ്ങനെ ജീവിക്കുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ. എന്തിനാണ് നിങ്ങൾ ബാക്കിയുള്ളവർ അങ്ങനെ ജീവിക്കാൻ പറയണത്? 1-2 ലക്ഷം ആൾക്കാർ കാണുന്ന വീഡിയോയിൽ നമ്മൾ കുറച്ച് ഡീസൻ്റായിട്ട് വരാൻ പാടില്ല. എല്ലാവരും അല്ലട്ടാ പറയണത്. ഇങ്ങനെ കുറച്ച് ഇതും ഞാൻ എനിക്ക് വേണ്ടിയിട്ടല്ല പറയണത്. ഒരുപാട് പെണ്ണുങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട്, പ്രയാസപ്പെടുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ചിരിക്കാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലാത്ത പെണ്ണുങ്ങൾ ഈ ഭൂമിയിലുണ്ട്. നല്ല ഡ്രസ്സ് ഇടാൻ പാടില്ല, നല്ല വസ്ത്രങ്ങൾ ഇടാൻ പാടില്ല, കുറച്ച് കളർ എപ്പോഴും ലൈറ്റായിട്ടുള്ള കളേഴ്സ് മാത്രമേ ഭർത്താവ് മരിച്ച പെണ്ണുങ്ങൾ ഇടാൻ പാടുള്ളൂ. കുറച്ച് കളർഫുള്ളായിട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തീർന്ന്. അവൾ ആരെ കാണിക്കാനാണ്? അവൾ എങ്ങനെ കാണിക്കാനാണ്? ആരെ വശീകരിക്കാനാണ്? അവളൊന്ന് ചിരിച്ച് സംസാരിച്ചാൽ തീർന്നു. സൗണ്ടിലൂടെ അവൾ ബാക്കിയുള്ളവരെ വശീകരിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട്. അതേസമയം ഈ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് ഇവരിങ്ങനെ മരിച്ചു കിടക്കണം കാണുമ്പോൾ ഇവർക്കൊക്കെ ഒരു ആവേശമാണ്. സഹതാപ തരംഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ എണ്ണം എഴുന്നള്ളും. അതുവരെ ഒരു മനുഷ്യനുണ്ടാവില്ല. കെട്ടിച്ചു വിട്ട പെൺകുട്ടീൻ്റെ വീട്ടിൽ കുട്ടി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, വിഷമിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ സ്വന്തം വീട്ടുകാർക്ക് തന്നെ പ്രതികരിക്കാം. വേണ്ട, എന്തിനാപ്പോൾ പ്രതികരിച്ചിട്ട്? മരിക്കട്ടെ, എന്നിട്ട് പ്രതികരിക്കാം. എന്നിട്ട് കുറേ കരഞ്ഞിട്ട് കുറേ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് മുതല കണ്ണീര് ഇറക്കിയിട്ട് ഇവർ ഇറങ്ങും. അയ്യോ എൻ്റെ മോൾ അങ്ങനെ ചെയ്ത, എൻ്റെ മോൾ ഇങ്ങനെ ചെയ്ത. ഈ മോള് പറയുന്ന പ്രയാസങ്ങൾ എന്തെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവോ? സഹിച്ച് ജീവിക്കും. എന്നിട്ട് നിങ്ങൾ അവാർഡ് കൊടുക്കുമോ ഈ പെണ്ണിന്? ഈ മരിക്കണ പെണ്ണുങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളെന്താ വിചാരിച്ചത്? നിങ്ങൾക്ക് പാവം എന്നുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ കബറിൽ കൊണ്ടുവന്ന് തരും, നിങ്ങളത് കബറിൽ യൂസ് ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഭയങ്കര കഷ്ടമാണ്. മരിച്ച് കബറിൻ്റെ ഉള്ളിൽ പോയി കിടന്നാലേ ഈ കാണുന്ന സുഖം കൂടെ ഉണ്ടാവില്ല. ശ്വാസം കിട്ടൂല കബറിൻ്റെ ഉള്ളിൽ. മണ്ണിൻ്റെ ഉള്ളിൽ മരിച്ച് കിടക്കുന്നവർക്ക് എന്ത് ശ്വാസം ഒന്നുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എത്ര കഷ്ടമാണ് കബറിൻ്റെ ഉള്ളിൽ പോയി കിടക്കണത്. എന്നാൽ പിന്നെ ഉള്ള ജീവിതം മാക്സിമം അങ്ങോട്ട് പൊരുതി അങ്ങോട്ട് ജീവിച്ചിട്ട് നമ്മളെ പറ്റിച്ചവരെയൊക്കെ തോൽപ്പിക്കൊന്നും വേണ്ട. പക്ഷേ ആയുസ് തീരുന്നവരെ നിങ്ങൾക്ക് അന്തസ്സോടെ ജീവിച്ചൂടെ? ഈ ചാവാനും കബറിൽ പോയി കിടക്കാനുള്ള ധൈര്യമൊന്നും വേണ്ട ജീവിക്കാൻ. പിന്നെ ഈ പറയുന്ന ആൾക്കാർ നിങ്ങൾക്ക് മരിച്ചിട്ട് അവർ കരയണമെന്ന് നിങ്ങൾക്ക് അറിയോ? അറിഞ്ഞിട്ട് എന്താ ഗുണം? അല്ലെങ്കിൽ അവർ നിങ്ങളെ പറ്റി നല്ലത് പറയണമെന്ന് നിങ്ങൾക്ക് അറിയോ? ഈ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ ക്യാമ്പയിൻ നടത്തുന്നത് നിങ്ങൾക്ക് അറിയോ? എന്തെങ്കിലും ഗുണമുണ്ടോ? ഒരു ഗുണവുമില്ല. ഈ തെണ്ടികൾ വെറുതെ ഒരു കാര്യമില്ലാതെ മരിച്ചു കഴിഞ്ഞാൽ കുറേ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമേ വരുള്ളൂ. അവർക്ക് അതിലൊരു സുഖമുണ്ടോ? സൈക്കോകളാണ് അവർ, സൈക്കോകൾ. ജീവനോടെ ഇരിക്കുന്ന സമയത്ത് ഒരു തെണ്ടികളും ഉണ്ടാവില്ല നിങ്ങൾക്ക് സഹായിക്കാൻ. നിങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ പോലും ആരും ഉണ്ടാവില്ല.
അവർക്ക് അതിനുള്ള സമയമില്ല. അവരുടെ ജീവിതം കെട്ടിപ്പടുക്കാനും കാശിൻ്റെ പുറകെ ഓടുമായിരിക്കും. കാശിൻ്റെ പുറകെ ഓടണമെന്നും വലിയൊരു തെറ്റൊന്നുമല്ല, കാരണം ജീവിക്കാൻ കാശ് വേണം. ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ കയ്യിൽ സ്വന്തമായിട്ട് വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന എല്ലാവരും പേടിക്കുള്ളൂ, അറിയോ, ബഹുമാനിക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അവർ വിചാരിക്കും ഒരു 2 വാക്ക് സംസാരിച്ച് കഴിഞ്ഞാൽ അടുത്ത് ചിലപ്പോൾ പൈസ കടം ചോദിക്കോ, പഠിച്ചോനെ അതുകൊണ്ട് ഇവളോട് സംസാരിക്കണ്ട, ഇവളുടെ കോൾ എടുക്കണ്ട, ഇവളെ കാണണ്ട എന്ന് പറഞ്ഞ് അവോയ്ഡ് ചെയ്യും. ഇവിടെ മക്കളെ കണ്ടാൽ ഭയങ്കര വിലയുണ്ടാവും. അപ്പോൾ ഉണ്ടാവില്ല. നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രം മക്കളെ ഒന്ന് കാണുമ്പോൾ സ്നേഹത്തോടെ ഒന്ന് ഇങ്ങനെ പിടിച്ച് കൊഞ്ചാനും, എന്താ മോളെ അങ്കിളി കണ്ടോ, അല്ലെങ്കിൽ ആൻറ്റീനെ കണ്ടോ, ആൻറ്റീനെ അറിയോ എന്നൊക്കെ ചോദിക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ആ ആൻറ്റി ഇവളുടെ കയ്യിൽ പൈസ ഇല്ല, ഇവളെ സംരക്ഷിക്കാൻ ആരുമില്ല, അതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ തലയിലാവുമെന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടാൽ അതിൽ കൂടെ ഓടും. അനുഭവമുള്ളവർ എത്ര പേരുണ്ടാവുമെന്നറിയോ? ഒരു അസുഖം വന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങൾക്ക് എന്ത് ബാക്കപ്പ് ഉണ്ടെന്ന് വിചാരം? ഹോസ്പിറ്റലിൽ പോയിട്ട് പൈസ ഉണ്ടാക്കുന്നത് ഭയങ്കര തെറ്റാണ്, അതുകൊണ്ട് നിങ്ങൾ എന്നെ ഫ്രീ ആയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേര് ട്രീറ്റ്മെൻറ്റ് ചെയ്യും? ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോലും പല സംഭവങ്ങളും പൈസ കൊടുത്താൽ മാത്രമേ നടക്കുള്ളൂ. ഇവിടെ മക്കളെ സ്കൂളിലേക്ക് ചേർത്താൻ പോകുമ്പോൾ എൻ്റെ എല്ലാ സ്വത്തുകളും ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ ഉത്തമയായ ഭാര്യയാകാനും വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് നല്ല പേര് കിട്ടാനും വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിപ്പോൾ വരുമാനമൊന്നുമില്ല, ഭർത്താവ് എൻ്റെ കൂടെ ഇല്ല, അല്ലെങ്കിൽ മരിച്ചുപോയി, എൻ്റെ മക്കളെ നിങ്ങൾ പഠിപ്പിക്കുമോ എന്ന് പറഞ്ഞാൽ ആര് പഠിപ്പിക്കും? പൈസ കൊടുക്കാതെ പഠിപ്പിക്കുമോ? വരുമാനം ഉണ്ടാക്കാൻ നോക്ക്. കുറേ വെറ്റകളൊക്കെ ഇങ്ങനെ കുറേ എണ്ണം വരും, ഇവിടെ പൈസൻ്റെ പുറകെ പോവാണെന്നൊക്കെ പറഞ്ഞിട്ട്. നല്ല അന്തസ്സായ രീതിയിൽ, മാന്യമായ രീതിയിൽ നിങ്ങൾ വരുമാനം ഉണ്ടാക്കാൻ നോക്ക്. അല്ലാതെ ഈ വെറ്റകളെ പോലെയുള്ള ഇവരൊക്കെ കണ്ടാൽ പേടിച്ചു പോകാൻ ഇത് വേറെ വല്ലതും അല്ല. ഓക്കെ, നീ കമൻറ്റ് ഇട്ടിട്ട് വാ, കാണിച്ചു തരാം കേട്ടാ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. ഇനിയൊന്നും പറയാനില്ല. വേറെ കുറേ വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ട്, ഇട്ടിട്ടില്ല. നമ്മുടെ ബിസിനസ് എത്രയും പെട്ടെന്ന് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. കുറേ പുതിയ സാധനങ്ങൾ വരുന്നുണ്ട്. അതുപോലെ ലഞ്ച് ബോക്സ് റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം മെൻ്റലി ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ്, അതുകൊണ്ട് എല്ലാം നിർത്തി വെച്ചിരിക്കുകയാണ്. പിന്നെ എക്സാമും കൂടി ഉണ്ട്. എക്സാം കഴിഞ്ഞാൽ ഇനി ചിലപ്പോൾ ഞാൻ പോവോ ഇല്ലേ എന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ ഊഞ്ഞാലുണ്ടോയെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഊഞ്ഞാലുണ്ട്, സ്റ്റോക്കുണ്ട്, മുകളിൽ ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പം ശരി. ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും കാര്യമുണ്ട് എന്ന് തോന്നിയാൽ മാത്രം വീഡിയോ ലൈക്ക് ചെയ്ത് ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. പിന്നെ ഇപ്പോൾ കുറേ ആയിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ ഇടാത്തതുകൊണ്ടാണോ എന്നറിയില്ല, അല്ലെങ്കിൽ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള വീഡിയോസ് എൻ്റെ വരാറില്ല. അപ്പോൾ അതുകൊണ്ടാണോ എന്നറിയില്ല, അൺസബ്സ്ക്രൈബാണ് കൂടുതലായിട്ട് പോകുന്നത്. കുഴപ്പമൊന്നുമില്ല, വരികയാണെങ്കിൽ വരട്ടെ, പോവുകയാണെങ്കിൽ പോട്ടെ, അത്രേ ഉള്ളൂ. ബൈ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാനായിട്ട് വിട്ടുപോയി. ഇതിൽ ഞാൻ എവിടെയും ആരെയും കുറ്റം പറഞ്ഞിട്ടില്ല. ഇനിയും നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ അതങ്ങനെ തന്നെയാണെന്ന് വിചാരിച്ചോ. എനിക്കിപ്പോൾ എന്താണ്, പിന്നെ ഞാൻ വെയിലാണ് കേട്ടോ നിൽക്കുന്നത്, ഈ തിളങ്ങണമെന്ന് വിചാരിക്കേണ്ട. അപ്പം ശരി.